സ്വീകരിക്കുകയാണെങ്കിൽ ഈ കോളേജിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിഷൻ കോളേജിൽ വെച്ച് രഹസ്യമൊഴി കൊടുക്കാനായിട്ട് തയ്യാറാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന് രണ്ടിനുള്ള അപേക്ഷയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു, എല്ലാം റെഡിയാണ്. കോടതിയിൽ പ്രതിയുമായി സംസാരിച്ചതിന് ശേഷം രഹസ്യമൊഴി കൊടുക്കുന്നുണ്ടായി. പ്രതിയോട് കഴിഞ്ഞ ദിവസം വല്ലതും സമർപ്പിച്ചിരുന്നു? പൾസൽസുമായി വല്ലതും സംസാരിച്ചിരുന്നു? വീണ്ടും സംസാരിക്കും, കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ നൽകുന്നതായിരിക്കും. ജാമ്യാപേക്ഷ കോടതി അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കുമെന്ന് വിശ്വസിക്കും. ഇപ്പോൾ സൂര്യ പറഞ്ഞത് കഥ പകുതിയായിട്ടുള്ളൂ എന്നാണ്. അതായത് ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണോ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നത് പൾസറുമായി സംസാരിച്ചപ്പോൾ? തീർച്ചയായിട്ടും ഇനിയും പല പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രതിയുമായുള്ള ചർച്ചയും നടന്നപ്പോൾ മനസ്സിലായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അത് ഒരു രഹസ്യമൊഴി എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ആ കാര്യത്തിൽ. അതിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. മലയാള സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ആളുകളാണ്. 162 അതിൻ്റെ ഒരു സാധ്യത അങ്ങനൊരു രഹസ്യമൊഴി എടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും സുനിയുടെ അഭിഭാഷകർക്ക് BA ആളൂരാണ് ഞങ്ങൾ പ്രതികരിച്ചത്. കൂടുതൽ പേർ കുടുങ്ങാനുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സുനിയെ ഇന്ന് റിമാൻഡിനായിട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ വാദത്തിനായാണ് BA ആളും അങ്കമാലി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. മാതൃഭൂമി വേണ്ടി അങ്കമാലിയിൽ നിന്നും ഷിഹാബ്.